ഹായ് ഫ്രണ്ട്സ്, ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് എല്ലാവരുടെ വീട്ടിലും ഒരിക്കലെങ്കിലും നമ്മൾ തണ്ണിമത്തം വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ? തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു മിൽക്ക് ഷേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. 1.5 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. കുരു നമുക്ക് വേണമെങ്കിൽ കളയാം. ഇതുപോലെ 10 രൂപയുടെ പാക്കറ്റ് മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാട്ടർമെലൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിൽക്ക് പൗഡർ 10 രൂപയുടെ ചെറിയ പാക്കറ്റാണ്, ഒരു 1.5 ടേബിൾ സ്പൂണുണ്ടാവും, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം പാല് ചേർത്ത് അടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പാലും കൂടി ചേർത്തിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ജ്യൂസാക്കി എടുക്കുന്നത്. പാല് ചേർത്ത് കഴിഞ്ഞാൽ വാട്ടർമെലൻ്റെ പീസ് ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് വാട്ടർമെലൻ അരച്ചെടുത്തതിന് ശേഷം പാലും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള വാട്ടർമെലൻ്റെ മിൽക്ക് ഷേക്കാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. നമുക്കിത് ഗ്ലാസ്സിലോട്ട് പകർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള വാട്ടർമെലൻ്റെ തന്നെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാത്തൊരു കാണാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കുറച്ച് മാതളനാരയും കുറച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിച്ചായിട്ടുള്ള മിൽക്ക് ഷേക്ക് നമുക്കിവിടെ വാട്ടർമെലൻ്റെ മിൽക്ക് ഷേക്ക് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വയറും കൂടി നിറയും. കുറച്ച് വാട്ടർമെലൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള വാട്ടർമെലൻ്റെ മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചൂടത്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വാട്ടർമെലൻ്റെ മിൽക്ക് ഷേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കും കുട്ടികൾക്ക് ഈ വേനൽക്കാലത്ത് കളിച്ചൊക്കെ വരുമ്പോൾ ഇതുപോലെ ഓരോ ഗ്ലാസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറും മനസ്സും ഒരുപോലെ നിറയും എന്നതിന് ഒരു സംശയവും വേണ്ട. കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വാട്ടർമെലൻ്റെ മിൽക്ക് ഷേക്കാണ് നമ്മളും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ.